ഏഴാമത്തെ ചാപ്റ്ററായ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് അതിൽ പറയുന്നതെന്ന് നോക്കാം. നമുക്ക് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ കുറേ ഡിസ്ട്രിബ്യൂഷൻസ് പഠിച്ചു. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിൻ്റെ രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ 3 ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് 3 പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ പോപ്പുലേഷൻ, സാമ്പിൾ എന്നിവയുടെ വ്യത്യാസം നമുക്ക് നേരത്തെ തന്നെ അറിയാമല്ലോ. അതായത് മൊത്തം നമ്മൾ എന്തിനെക്കുറിച്ച് പരിഗണിക്കുന്നു അതിൻ്റെ കീഴിൽ വരുന്ന എല്ലാ അംഗങ്ങളെയും ചേർത്തതിന് നമ്മൾ എന്തെന്ന് പറയുക, പോപ്പുലേഷൻ എന്ന് പറയുക. അങ്ങനെ പോപ്പുലേഷനിൽ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. നമ്മൾ പഠിച്ചു കഴിഞ്ഞ 3 ഡിസ്ട്രിബ്യൂഷനും, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും നോർമൽ ഡിസ്ട്രിബ്യൂഷനും എല്ലാം പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനാണ്. ഇനി ഒരു റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ, അതാണല്ലോ സാമ്പിൾ എന്ന് പറയുന്നത്. ആ സാമ്പിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഭാഗങ്ങളാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിലുള്ളത്. അതാണ് ആധികാരികമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അപ്പോൾ പുതിയ ഒരു കാര്യം പഠിക്കുമ്പോൾ നമുക്ക് ടേംസുകൾ പരിചയപ്പെടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട 2 ടേംസ് പാരാമീറ്റർ എന്നും സ്റ്റാറ്റിസ്റ്റിക് എന്നുള്ള വാക്കുകളെ എന്ത് ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. പാരാമീറ്റർ എന്നുള്ള വാക്ക് നമുക്ക് പരിചയമുണ്ട് അല്ലേ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്നും പിയും ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലെ പാരാമീറ്റർ ലാംഡ എന്നും നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ പാരാമീറ്റർ മ്യൂ, സിഗ്മ എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഈ പാരാമീറ്റർ എന്നതുകൊണ്ട് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഗ്രീൻ കളർ ബോക്സിൽ ഒറ്റ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. എ പാരാമീറ്റർ ഈസ് എ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പോപ്പുലേഷൻ. മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ പോപ്പുലേഷൻ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പാരാമീറ്റർ. അതായത് ഒരു പോപ്പുലേഷൻ്റെ ഏതെങ്കിലും ഒരു മെഷറബിൾ ആയിട്ടുള്ള അളക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ എന്നുള്ള അർത്ഥത്തിൽ. അതായത് അതിന് വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പോപ്പുലേഷൻ്റെ സ്വഭാവത്തിന് മൊത്തമായിട്ട് മാറും. അപ്പോൾ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫങ്ഷൻ എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക? പാരാമീറ്റർ എന്ന് പറയുക. അതുകൊണ്ടാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് പാരാമീറ്റർ ഉണ്ടായിരുന്നു, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് പാരാമീറ്റർ ഉണ്ടായിരുന്നു, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഇനി സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുമ്പോൾ സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ മെഷറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്, അതിന് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് എന്ന പേര് പറയാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ക്ലാസ് C2B, ഈ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെയും ശരാശരി മാർക്ക്, ആവറേജ് മാർക്ക് കാണുന്നു. അപ്പോൾ നമ്മുടെ പോപ്പുലേഷനാണ് C2B എന്നുള്ള പോപ്പുലേഷനെ കുറിച്ചാണ് നമ്മൾ പഠനം നടത്തുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളുടെയും മാർക്ക് എടുത്ത് നമ്മൾ അതിൻ്റെ ആവറേജ് കാണുന്നു. അപ്പോൾ ഈ ആവറേജിനെ ക്യാപിറ്റൽ ലെറ്റർ H ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതെനിക്ക് 45 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. പോപ്പുലേഷൻ മീൻ എന്നുള്ള ക്യാപിറ്റൽ H ബാർ ഈക്വൽ ടു 45 എന്ന് കിട്ടിയിട്ടുണ്ട്, സങ്കല്പിക്കുക. ഇനി 65 കുട്ടികളും മാർക്ക് എനിക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ശരാശരി കണ്ടുപിടിക്കാൻ ഒരു സാമ്പിൾ സെലക്ട് ചെയ്യാണ്. ഒരു 65 പേരിൽ മെഷർ എടുക്കുന്നതിന് പകരം ഞാൻ ഒരു 30 പേരിൽ നിന്ന് മാർക്ക് ശേഖരിച്ചു. സാമ്പിൾ അല്ലേ, റെപ്രസെൻറ്റേറ്റീവ് പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ. സാമ്പിളിൽ നിന്ന് ഞാൻ അതിൻ്റെ ആവറേജ് കാണുന്നു. അപ്പോൾ ആ വ്യത്യാസം തിരിച്ചറിയാൻ വേണ്ടി ഞാൻ ആവറേജിന് H ബാർ എന്നാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ ആവറേജ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ H ബാർ എന്ന് ഡിനോട്ട് ചെയ്യാണ്. എനിക്കത് കിട്ടിയത് 40 എന്നാണ്. അതായത് ഞാൻ 30 പേരുടെ മാർക്ക് എടുത്തു, അതിൻ്റെ ആവറേജ് എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ H ബാർ ഈക്വൽ ടു 40 എന്നാണ് എനിക്ക് കിട്ടിയത്.
അപ്പോൾ നോക്കുക, രണ്ട് ആവറേജ് എനിക്ക് കിട്ടി. പോപ്പുലേഷൻ്റെ മീൻ ക്യാപിറ്റൽ എക്സ് ബാർ ഈക്വൽ ടു 45 എന്ന് കിട്ടി. അതിനെ ഞാൻ പോപ്പുലേഷൻ ഒരു ഫംഗ്ഷൻ, മെഷറബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിനെ എനിക്ക് പാരാമീറ്റർ എന്ന് പറയാൻ കഴിയുമെങ്കിൽ 30 പേരടങ്ങുന്ന സാമ്പിളിൽ നിന്ന് കിട്ടിയ ആവറേജായ സ്മോൾ ലെറ്റർ എക്സ് ബാർ ഈക്വൽ ടു 40യെ എനിക്ക് സ്റ്റാറ്റിസ്റ്റിക് എന്ന പേര് വിളിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് പാരാമീറ്റർ, സ്റ്റാറ്റിസ്റ്റിക് എന്നുള്ളതിൻ്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. പോപ്പുലേഷൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പാരാമീറ്റർ എന്നും, സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അത് സ്റ്റാറ്റിസ്റ്റിക് എന്ന പേരും പറയാം. രണ്ടും ആവറേജ് തന്നെ ആയിരിക്കാം, പക്ഷെ ഒന്ന് പാരാമീറ്റർ എന്നും മറ്റത് സ്റ്റാറ്റിസ്റ്റിക് എന്നും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ രീതിയിൽ അതിനെ ഉപയോഗിക്കാം. നമ്മൾ സാധാരണഗതിയിൽ മീൻ സ്റ്റാറ്റിസ്റ്റിക് ആണെങ്കിൽ, അതായത് സാമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള മീൻ ആണെങ്കിൽ എക്സ് ബാർ എന്നും, അത് പാരാമീറ്റർ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ എന്നുമാണ്. നമ്മളെ നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമായിരിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കറിയാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ. നോക്കൂ, ഇവിടെയും പാരാമീറ്ററിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ള സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്യുക. സ്റ്റാറ്റിസ്റ്റിക്കിലാവുമ്പോൾ അത് സ്മോൾ ലെറ്റർ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. വേരിയൻസ് പാരാമീറ്ററിന്റെ കേസിൽ സിഗ്മ സ്ക്വയർ എന്നും സ്റ്റാറ്റിസ്റ്റിക്കിന്റെ കേസിൽ എസ് സ്ക്വയർ എന്നും നമ്മൾ സാധാരണഗതിയിൽ ഡിനോട്ട് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസ് ആണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ പാരാമീറ്റർ, സ്റ്റാറ്റിസ്റ്റിക്, പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മൂന്നാമത്തെ കോളത്തിലുള്ള പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടുള്ള മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്. സ്റ്റാറ്റിസ്റ്റിക് രണ്ടാമത്തെ കോളത്തിൽ സ്റ്റാറ്റിസ്റ്റിക് എന്ന ഹെഡിങ് സൂചിപ്പിക്കുന്നത് സാമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്. അതിന് നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു മെഷറബിൾ ഫംഗ്ഷൻ 3 നമ്മൾ ഉപയോഗിക്കുന്നത് എഴുതിയിട്ടുണ്ട്: മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്. അപ്പോൾ മീൻ എന്നത് പാരാമീറ്ററിന്റെ കേസിലുള്ള സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ മ്യൂ എന്നും, സ്റ്റാറ്റിസ്റ്റിക്കിന്റെ കേസിലാണെങ്കിൽ എക്സ് ബാർ എന്നും ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പാരാമീറ്ററിന്റെ കേസിൽ സിഗ്മ എന്നും, സ്റ്റാറ്റിസ്റ്റിക്കിന്റെ കേസിൽ എസ് എന്നും ഡിനോട്ട് ചെയ്യുന്നു. വേരിയൻസ് ആണെങ്കിൽ സിഗ്മ സ്ക്വയർ, എസ് സ്ക്വയർ എന്നീ ക്രമത്തിൽ വരുന്നു. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ടേംസ് ആയതുകൊണ്ട് ഇതും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് പാരാമീറ്റർ എന്താണ്, 2 സ്റ്റാറ്റിസ്റ്റിക് എന്താണ്, അത് 3 മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക് ആയ മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസിന്റെ കേസിൽ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു. അടുത്തത് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈ ചാപ്റ്ററിന്റെ പേര് സൂചിപ്പിക്കുന്ന ടേം തന്നെ അതാണ് അല്ലെ. സിംപ്ലി ഏറ്റവും എളുപ്പമായിട്ട് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് കോൾഡ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാറ്റിസ്റ്റിക്കിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് എന്ന പേര് പറയുന്നത്? സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന പേര് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഇനി അത് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് ഈ 1-2 പ്രോബ്ലംസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു മീനിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. മീൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മ്യൂ ആവാം, അതല്ലെങ്കിൽ എക്സ് ബാർ ആവാം അല്ലേ. ഇപ്പം നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ സാമ്പിളുടെ ബേസിലായതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് എന്ത് തന്നെയായിരിക്കും? എക്സ് ബാർ എന്ന് തന്നെയായിരിക്കും. ഓക്കെ, അത് മനസ്സിലിരിക്കട്ടെ. ഇനി ആദ്യം സാമ്പിൾ എടുക്കണമല്ലോ, എന്നാലല്ലേ നമുക്ക് സാമ്പിളിന്റെ മീൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് മുൻപ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഒരു ചെറിയൊരു ടോപ്പിക്ക് നമുക്ക് ഓർമ്മയിൽ വരേണ്ടതുണ്ട്. നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ
സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിലും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിലും നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യാറുണ്ട്. ഓർമ്മയുണ്ടല്ലോ എന്താണ് സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഒരു 10 കുട്ടികളിൽ നിന്ന് 10 കുട്ടികൾ എന്നുള്ളത് പോപ്പുലേഷൻ, അതിൽ നിന്ന് 2 കുട്ടികളടങ്ങുന്ന സാമ്പിൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 2 കുട്ടികളെ നമുക്ക് സെലക്ട് ചെയ്യണം. അതാണ് നമ്മുടെ സാമ്പിൾ. അത് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം? ആ കുട്ടികൾക്ക് റോൾ നമ്പർ കൊടുക്കുക, അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. 10 കുട്ടികൾക്ക് 1 മുതൽ 10 വരെയുള്ള റോൾ നമ്പർ കൊടുക്കുന്നു. ഒന്നാമത്തെ ആളെ സെലക്ട് ചെയ്തു നമ്മുടെ സാമ്പിളിലേക്ക്. 2 പേരാണല്ലോ ഒരു സാമ്പിളിലുള്ളത്. രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സെലക്ട് ചെയ്ത ആളെ റീപ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ആ 10 പേരിൽ നിന്ന് തന്നെ ഒരാളെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ചിലപ്പോൾ അത് 2 നമ്പർ 1 എന്നുള്ള കുട്ടിയായിരിക്കാം. ഇപ്പോൾ 2 മത്സരത്തിന് പങ്കെടുക്കാനുള്ളതാണെങ്കിൽ ആ 2 മത്സരത്തിനും പങ്കെടുക്കേണ്ടത് റോൾ നമ്പർ 1 എന്നുള്ള കുട്ടിയാവാം, അല്ലെങ്കിൽ 1-2 ആവാം, 1-3 ആവാം, അങ്ങനെ 1-10 വരെ ആവാം എന്നുള്ള രീതിയിൽ നമ്മൾ, അതായത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത സാമ്പിളിനെ രണ്ടാമത്തെ സെലക്ഷന് മുമ്പ് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളുടെ പോപ്പുലേഷനിലേക്ക് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡ് ഓഫ് സെലക്ഷൻ ഓഫ് സാമ്പിളിനെയാണ് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന പേരിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റോ, ബിഫോർ ദ സെക്കൻഡ് സെലക്ഷൻ നമ്മൾ ആദ്യത്തെ ഇതിൽ എടുത്ത സാമ്പിളിനെ റീപ്ലേസ് ചെയ്യുന്നില്ലെങ്കിൽ, ആദ്യം നമ്മളൊരു സാമ്പിൾ സെലക്ട് ചെയ്തു, അതിനെ റീപ്ലേസ് ചെയ്യുന്നില്ല രണ്ടാമത് സെലക്ഷൻ നടത്തുന്നതിന് മുമ്പായിട്ട്, ആ രീതിയിലാണ് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് എന്നും പറഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതല്ല. ഇത് നമുക്ക് പ്രീവിയസ് നോളേജായിട്ട് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്ത് റീപ്ലേസ്മെൻറ്റും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എത്ര പോസിബിൾ സാമ്പിൾസ് സാധ്യമാവും എന്നുള്ളതാണ്. കോമ്പിനേഷൻ എന്നുള്ള ചാപ്റ്ററിൽ കോമ്പിനേഷനിൽ നമ്മൾ കഴിഞ്ഞ വർഷം പ്രോബബിലിറ്റിയിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും ഇവിടെ ആവശ്യം വരികയാണ്. നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കാം. ലെറ്റ് n be the population size and small letter n be the size of the required sample. ഇപ്പോൾ പോപ്പുലേഷൻ സൈസിനെ നമ്മളിവിടെ ക്യാപിറ്റൽ ലെറ്റർ n എന്നും സാമ്പിൾ സൈസിന് സ്മോൾ ലെറ്റർ n എന്നും നമ്മൾ എടുത്തു. If we are considering simple random sample without replacement, അതായത് SRSWOR, as we know the number of combination of samples of size n units can be drawn from the n units, capital letter n units in NCN ways. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ചുരുക്കം. പോപ്പുലേഷൻ ക്യാപിറ്റൽ ലെറ്റർ എന്നും സാമ്പിൾ സൈസ് സ്മോൾ ലെറ്റർ എന്നും ആണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് പോസിബിൾ വേസ് ഓഫ് സെലക്ഷൻ ഓഫ് സാമ്പിൾസ്, അതായത് നമുക്ക് എത്ര തരത്തിൽ സാമ്പിൾസ് ആ പോപ്പുലേഷനിൽ നിന്ന് സെലക്ട് ചെയ്യാം, NCN വേസിൽ സെലക്ട് ചെയ്യാം. ആൻഡ് ഹെൻസ് ദ പ്രോബിലിറ്റി ടു സെലക്ട് എ സാമ്പിൾ ഈസ് 1/NCN. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്കത് ക്ലിയറായി മനസ്സിലായിട്ടില്ലെങ്കിൽ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. കൺസിഡർ എ പോപ്പുലേഷൻ ഓഫ് സൈസ് 5 യൂണിറ്റ്സ്. പോപ്പുലേഷൻ സൈസ് 5. ആ പോപ്പുലേഷനിൽ ആരൊക്കെയുള്ളത്? 3, 5, 6, 8 and 11. ഇതാണ് നമ്മളുടെ പോപ്പുലേഷനിലെ അംഗങ്ങൾ. അങ്ങനെ 5 അംഗങ്ങളാണ് ഉള്ളത്. 3, 5, 6, 8, 11 എന്നിവ അടങ്ങുന്ന ഒരു പോപ്പുലേഷൻ. അതിൽ പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറയുന്നത് 5 ആണ്. കാരണം ഇവിടെ 5 അംഗങ്ങളാണ് ഉള്ളത്. ഈ 5 അംഗങ്ങളിൽ നിന്ന് ഞാനൊരു സാമ്പിൾ എടുക്കുന്നു. അതാണ് അടുത്ത സെൻറ്റൻസ് പറയുന്നത്. ആൻഡ് ടേക്ക് എ സാമ്പിൾ ഓഫ് സൈസ് 2. 5 അംഗങ്ങളിൽ നിന്ന് ഞാൻ 2 വീതമുള്ള സാമ്പിൾസ് എടുക്കുന്നു. അങ്ങനെ എനിക്ക് എത്ര സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ പറ്റും? അതാണ് നേരത്തെ പറഞ്ഞ ഫോർമുല. എത്ര സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ പറ്റും? NCN എന്ന് പറയുമ്പോൾ ഇവിടെ 5C2 വേസിൽ എനിക്ക് സാമ്പിൾസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൻ്റെ കേസിലാണ് ഈ പറയുന്നത്. 5C2 എന്ന് പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് 10 തരത്തിൽ സാമ്പിൾ സെലക്ട് ചെയ്യാം. എങ്ങനെ?
ഈ 5 പേരടങ്ങുന്ന പോപ്പുലേഷനിൽ നിന്ന് 2 പേരടങ്ങുന്ന സാമ്പിൾസ് എനിക്ക് 10 തരത്തിൽ സെലക്ട് ചെയ്യാൻ കഴിയും. ആ 10 തരം ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്. നോക്കൂ, ഫസ്റ്റ് കോളത്തിൽ സാമ്പിൾ നമ്പേഴ്സ് എത്രയാണ് നമുക്ക് കിട്ടിയത്, എത്ര സാമ്പിൾസ് ഉണ്ടെന്നാണ് കിട്ടിയത്, 10. അപ്പോൾ 1 മുതൽ 10 വരെ നമ്മൾ നമ്പർ ഇട്ടു. ഫസ്റ്റ് കോളത്തിൻ്റെ കാര്യം പറയുന്നത്. ഇനി രണ്ടാമത്തെ കോളത്തിൽ സാമ്പിൾ വാല്യൂസ്, ആ സാമ്പിൾസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് എഴുതണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്നു. 3, 5 ആദ്യത്തെ 2 നമ്പർ 3 ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം എടുക്കുക. 3, 5 അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 3, 5. പിന്നീട് 3 തന്നെ ബേസ് ചെയ്തിട്ട് 6 എടുക്കാം. 3ഉം 6 കൂടെ. അപ്പോൾ രണ്ടാമത്തെ സാമ്പിളായിട്ട് നമ്മളിവിടെ എഴുതുന്നു 3, 6. പിന്നെ 3 ബേസ് ചെയ്തിട്ട് 5ഉം 6ഉം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ളത് ഏതാണ്, 8 ആണ്. അപ്പോൾ നമ്മൾ 3, 8 എന്ന അടുത്ത സാമ്പിൾ എടുക്കുന്നു. 3, 8 ആ രീതിയിൽ അങ്ങനെ പോവുകയാണ്. അത് കഴിഞ്ഞാൽ 3, 11 നാലാമത്തെ സാമ്പിളായിട്ട് നമ്മൾ എന്ത് എഴുതുന്നു, 3, 11 എന്ന് എഴുതുന്നു. അപ്പോൾ 3 ബേസ് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞു. ഇനി 3യെ നമ്മൾ ഒഴിവാക്കുന്നു. ഇനി ഏത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, 5 വെച്ച് തുടങ്ങുക. 5 ലെഫ്റ്റ് സൈഡിലേക്ക് വരേണ്ട കാര്യമില്ല, കാരണം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് 5. അപ്പോൾ വിത്തൗട്ട് റീപ്ലേസ്മെന്റിൽ 3, 5 എന്ന് പറഞ്ഞാലും 5, 3 പറഞ്ഞാലും സെയിം ആണ്. അതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് മാത്രം പിന്നീട് നോക്കിയാൽ മതി. അപ്പോൾ 5, 6 ആണ് അടുത്ത സാമ്പിൾ. 5, 6 അഞ്ചാമത്തെ സാമ്പിളായിട്ട് 5, 6 എഴുതി. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് ഏതായിരിക്കും, 5, 6 ഒഴിവാക്കുക. 5, 6 എടുത്തു കഴിഞ്ഞു. ഇനി 5, 8. അപ്പോൾ നമ്മൾ 5, 8 എഴുതുന്നു. പിന്നീട് നമുക്ക് 5, 11 എന്നാണ് ഏഴാമത്തെ സാമ്പിൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 5, 11. അപ്പോൾ 5 ബേസ് ചെയ്തിട്ടുള്ള സാമ്പിൾസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ 6 ബേസ് ചെയ്തിട്ടുള്ളത്. 6 ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഏതൊക്കെ എടുക്കാൻ പറ്റും, ലെഫ്റ്റ് സൈഡിലേക്ക് വരേണ്ട കാര്യമില്ല. അപ്പോൾ 6, 8 ആദ്യം എടുക്കുക. പിന്നെ 6, 11. അപ്പോൾ അത് രണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ടാവണം. 6, 8ഉം 6, 11 രണ്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ 6 ബേസ് ചെയ്തിട്ടുള്ളത് അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ 6 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി പിന്നെ വരുന്നത് ഏതാണ്, 8, 11. 8 വെച്ചിട്ട് ഒന്ന് മാത്രമേ വരുള്ളൂ, 8, 11. 8, 11 എന്ന് എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ 8 ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ 2 ആണല്ലോ നമുക്ക് എടുക്കേണ്ട സാമ്പിൾ. അപ്പോൾ 8 ഒഴിവാക്കി കഴിയുമ്പോൾ 11 മാത്രമായിട്ട് പിന്നെ നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതോടുകൂടി സാമ്പിൾസ് കഴിഞ്ഞു. അപ്പോൾ ആ 8, 11ഓടുകൂടി നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ 10 സാമ്പിൾസും ആയി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് 2 കോളം. ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ NCN = 10 എന്ന് കിട്ടി. അതുകൊണ്ട് 1 മുതൽ 10 വരെ നമ്മൾ നമ്പർ ഇട്ട് വയ്ക്കുന്നു. അപ്പോൾ 10 സാമ്പിൾസ് ഉണ്ട് എന്ന് നമുക്ക് ക്ലിയർ ആയി. ഇനി ആ 10 സാമ്പിൾസ് എങ്ങനെയൊക്കെയാണ് ആ 10 സാമ്പിൾസ് വരുന്നത്, ആ 10 സാമ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കോളത്തിലെ സാമ്പിൾ വാല്യൂസ് എന്നുള്ള ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലം ഇതുപോലെ തന്നെ ചെയ്യാൻ വരും. നിങ്ങളുടെ അടുത്ത് സാമ്പിൾ മീൻ കാണാനൊക്കെ ആവശ്യപ്പെടും. അപ്പോൾ ആ മീൻ, സാമ്പിൾ മീനാണ് നമ്മൾ മൂന്നാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. മീൻ H⁻, അതായത് ഓരോ സാമ്പിളിൻ്റെയും മീൻ കാണുന്നു. ഇവിടെ ഒന്നാമത്തെ സാമ്പിൾ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിരിക്കുന്നത് ഏതാണ്, 3, 5 ആണ്. 3, 5 ഈ സാമ്പിളിന്റെ മീൻ എന്ന് പറയുന്നത് 3 + 5/2. അതായത് അവിടെ ആകെ 2 അംഗങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് 2 വാല്യൂസ് കൂടെ കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് ഹരിക്കുന്നു. 3 അംഗങ്ങളുള്ള സാമ്പിൾ ആണെങ്കിൽ നമ്മൾ എത്ര കൊണ്ടായിരിക്കും ഹരിക്കുക, 3 കൊണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ 2 അംഗങ്ങളേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് 3 + 5 8/2 = 4. അതാണ് ഒന്നാമത്തെ സാമ്പിളിന്റെ മീൻ കിട്ടിയിരിക്കുന്നത്. 4 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ സാമ്പിളിന്റെ മീൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സാമ്പിൾ വാല്യൂസ് 3ഉം 6ഉം ആണ്. 3 + 6 ചെയ്യുക, എന്നിട്ട് /2. അപ്പോൾ 3 + 6 9. 9/2 4.5. അതാണ് രണ്ടാമത്തെ സാമ്പിൾ മീൻ H⁻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, 4.5. ഇനി മൂന്നാമത്തെ സാമ്പിൾ വാല്യൂസ് 3ഉം 8ഉം ആണ്. അപ്പോൾ അവ തമ്മിൽ കൂട്ടുന്നു. 3 + 8 = 11. 11/2 5.5. ഈ രീതിയിൽ ഓരോ സാമ്പിൾസിന്റെയും വാല്യൂ ആണ്. 3 + 11 14. 14/2 = 7 എന്ന് അടുത്ത സാമ്പിൾ മീൻ. അങ്ങനെ നമ്മളുടെ 10 സാമ്പിൾസിന്റെയും മീൻ നമ്മൾ കണ്ടുപിടിക്കുന്നു.
ലാസ്റ്റ് വൺ 10ാമത്തെ സാമ്പിളിൽ നമ്മൾ 8 + 11 = 19. 19/2 = 9.5. ആ രീതിയിൽ 10 എക്സ് ബാറുകൾ നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. 10 സാമ്പിൾസ് ഉള്ളതിൽ നിന്ന് ഓരോ സാമ്പിളിൻ്റെയും മെയിനായ എക്സ് ബാർ നമ്മൾ ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത സാമ്പിൾ മീൻസ് ആണ്. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനി നമ്മൾ പറഞ്ഞുല്ലോ ഈ പറഞ്ഞ എക്സ് ബാറുകൾ ഇവയൊക്കെയാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്. ഇതിന് ഓരോന്നിനും ഓരോ പ്രോബബിലിറ്റി ഉണ്ടാവും. അതായത് സാമ്പിൾ മീൻ 4 എന്ന് കിട്ടാൻ 10 ആണ്. അപ്പോൾ 1/10 ആണ്. ഓരോന്നിന്റെ ഈക്വൽ പ്രോബബിലിറ്റി ആയിട്ടാണ് വരിക. ഓരോന്നിന്റെയും പ്രോബബിലിറ്റി സാമ്പിൾ മീൻ 4 ആവാനുള്ള പ്രോബബിലിറ്റി 1/10. അതുപോലെ 4.5 ആവാനുള്ള പ്രോബബിലിറ്റി 1/10. ഓരോന്നിനും ഓരോ സാമ്പിൾ മീനും നമ്മൾ കൊടുക്കുന്ന പ്രോബബിലിറ്റി എന്താണ്? 1/10. കാരണം അവിടെ 10 പോസിബിൾ സാമ്പിൾസ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഓരോന്നിനും 1/10. നമ്മൾ ഡൈ ഒക്കെ ത്രോ ചെയ്യുമ്പോൾ 1/6 എന്ന് കൊടുക്കുന്നത് അതേപോലെ ഈ 2 കോളം കൂടി ചേർന്നതാണ് ഈ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് എക്സ് ബാറിന്റെ വാല്യൂസും പ്രോബബിലിറ്റി, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി. ഇതാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4ാമത്തെ കോളം നമുക്ക് മനസ്സിലാക്കാൻ തന്നെയാണ് നിങ്ങളടുത്ത് കാണാൻ പറയുന്നത്. സിമ്പിൾ റാൻഡം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് പ്രകാരം എത്ര സാമ്പിൾസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയുമെന്നും ആ സാമ്പിൾസ് എഴുതാനും ആ സാമ്പിൾസിന്റെ മീൻ കണ്ടുപിടിക്കാനും, മീൻ ഓഫ് സാമ്പിൾസ്, ഇത്രയും നിങ്ങളടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ആദ്യത്തെ 3 കോളം നിങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കുക. ഈ രീതിയിലുള്ള പ്രോബ്ലംസ് 1-2 ചെയ്ത് നോക്കണം. ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഹെഡിങ്ങിൽ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഹെഡിങ്ങിലാണ് ഇത് മനസ്സിലാക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ പേജ് നമ്പർ 156 7.1 എക്സാമ്പിൾ 7.1. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡ്രോ ഓൾ പോസിബിൾ സാമ്പിൾസ് ഓഫ് സൈസ് 2 ഫ്രം എ പോപ്പുലേഷൻ കൺസിസ്റ്റിംഗ് 2, 3, 4, 5 ആൻഡ് ഫൈൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ അതിന്റെ കൂടെ തന്നെ വേരിയൻസ് ഓഫ് എക്സ് ബാർ, അതുപോലെ വിത്ത് റീപ്ലേസ്മെന്റ്, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ഫോക്കസ് പോയിന്റ് പ്രകാരം നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിൾ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ. വിത്ത് റീപ്ലേസ്മെന്റ് നമുക്ക് ഇല്ല. അപ്പോൾ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ മാത്രമേ നമുക്ക് ഈ പ്രാവശ്യം പഠിക്കാനുള്ളൂ. വേരിയൻസ് ഓഫ് എക്സ് ബാറും ഇല്ല. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മുടെ സാമ്പിൾ സൈസ് 2 ആണ്. അതുപോലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2, 3, 4, 5 ആണ്. അപ്പൊ നമ്മൾ സാമ്പിൾ സൈസ് n = 2 എന്നും പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ ലെറ്റർ n = 1, 2, 3, 4 എന്നും എഴുതുന്നു. ഇനി നമ്മുടെ പോസിബിൾ സാമ്പിൾസിന്റെ എണ്ണം, നമ്പർ ഓഫ് പോസിബിൾ സാമ്പിൾസ് = നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതായിരുന്നു. അതല്ലെങ്കിൽ ഇപ്രാവശ്യം ഒന്ന് ഓർത്തെടുക്കുക. നമ്മുടെ ഫോർമുല ഇതാണ്. പോസിബിൾ സാമ്പിൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് NCN, പോപ്പുലേഷൻ സൈസായ NC സ്മോൾ ലെറ്റർ n, അതായത് സാമ്പിൾ സൈസ്, which is equal to 4C2. നമ്മുടെ ഫോർമുല നമുക്ക് ഓർമ്മയുണ്ടാവും. NCR = നമ്മളിങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. NCR = n factorial by r factorial into n minus r factorial. അപ്പൊ ആ ഒരു ഫോർമുല പ്രകാരം നമ്മളിത് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 4 factorial divided by 2 factorial into 4 minus 2 factorial equal to 4 factorial divided by 2 factorial into 2 factorial. 1 into 2 into 3 into 4. 4 factorial. 1 into 2. 2 factorial. Again 1 into 2. 2 factorial. Cancel ചെയ്യുന്നു. 2ഉം 4ഉം cancel ചെയ്ത് കഴിയുമ്പോൾ 6 എന്ന് കിട്ടും. അപ്പോൾ 4C2 = 6. പോസിബിൾ സാമ്പിൾസ് 6 ആണ്. അപ്പോൾ നമ്മൾ പോസിബിൾ സാമ്പിൾസ് എഴുതാൻ പോവാണ്. സാമ്പിൾ നമ്പേഴ്സ് എന്ന് നമ്മൾ ഫസ്റ്റ് കോളം കൊടുക്കുന്നു. ആറ് സാമ്പിൾ ഉള്ളതുകൊണ്ട് നമ്മൾ 6 നമ്പേഴ്സ് കൊടുക്കുന്നു. ഇതാണ്
സാമ്പിൾ നമ്പേഴ്സ്. ഇനി നമ്മളുടെ സാമ്പിൾസ് ആണ് രണ്ടാമത്തെ കോളത്തിൽ എഴുതുന്നത്. ഏതൊക്കെയായിരിക്കും ഈ 6 സാമ്പിളുകൾ? അപ്പോൾ നമ്മൾ ഓരോ പോപ്പുലേഷൻ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് പ്രകാരം എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് 2, 3. 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സാമ്പിൾ സൈസ് 2 ആണ്. അപ്പോൾ 2, 3 ഇതാണ് നമ്മളുടെ ആദ്യത്തെ സാമ്പിൾ. രണ്ടാമത് 2, 4. 2ൽ നിന്ന് തുടങ്ങുന്ന എല്ലാതും നമ്മൾ എഴുതുക എന്നുള്ളതാണ്. മൂന്നാമത്തെ 2, 5. ഇപ്പൊ 2 വെച്ചിട്ടുള്ള എല്ലാ സാമ്പിൾസും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ 3, 2 എഴുതേണ്ട ആവശ്യമില്ല. 3, 3 എഴുതുന്നില്ല. കാരണം വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിലാണ് അതൊക്കെ വരുന്നത്. അത് നമുക്ക് ഇപ്രാവശ്യം സിലബസിലില്ല. അപ്പൊ 3, 4. പിന്നീട് വരുന്നത് 3, 5. റൈറ്റ് സൈഡിലേക്ക് മാത്രം മതി. അപ്പൊ 3 വെച്ചിട്ടുള്ള എല്ലാ പോസിബിൾ സാമ്പിൾസും എഴുതി കഴിഞ്ഞു. ദെൻ 4 വെച്ചിട്ട് 4, 5. അത്ര മാത്രമാണ് 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. 5 വെച്ചിട്ട് പിന്നെ 2 സാമ്പിൾസ് എടുക്കാൻ നമുക്ക് കഴിയും. അപ്പൊ നമ്മൾ പോസിബിൾ സാമ്പിൾസ് 6 എണ്ണം അത് ഏതൊക്കെയാണെന്ന് എഴുതി കഴിയും. ഇനി നമ്മൾ ഓരോ സാമ്പിളിന്റെയും മീൻ ഹെഡിങ് എക്സ് ബാർ എന്ന് കൊടുക്കുന്നു. ഓരോ സാമ്പിളിന്റെയും മീൻ 2 + 3 ഇതാണ് നമ്മൾ ഒന്നാമത്തെ സാമ്പിൾ. അതിന്റെ മീൻ എന്ന് പറയുമ്പോൾ 2ഉം 3ഉം കൂടെ ആഡ് ചെയ്തിട്ട് by 2 ചെയ്യും. 2 + 3 5, 5/2 2.5. 4 + 2 6, 6/2. അതായത് ഇവിടെ ആകെ 2 സാമ്പിൾ സൈസ് 2 ആണ്. അതുകൊണ്ടാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 6/2 3. 2 + 5 7, 7/2 3.5. 4 + 3 7, 7/2 3.5. 5 + 3 8, 8/2 4. 5 + 4 9, 9/2 4.5. ഈ രീതിയിൽ നമ്മൾ ഓരോ സാമ്പിൾസും ആ സാമ്പിളിന്റെ മീനും കണ്ടുപിടിക്കും. ഇനി അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഡ്രോ ഓൾ പോസിബിൾ സാമ്പിൾസ് ഓഫ് സൈസ് 2 ഫ്രം എ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാ പോസിബിൾ സാമ്പിൾസും എഴുതി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീൻ എന്നുള്ള കോളം തയ്യാറാക്കിയത്. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ ഈ മീൻ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എത്ര മീൻസ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എണ്ണം. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു സം ഓഫ് മീൻ അല്ലെങ്കിൽ സിഗ്മ എക്സ് ബാർ ഡിവൈഡഡ് ബൈ പോസിബിൾ സാമ്പിൾസിന്റെ എണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾസ് 6. ഇവിടെ 6 ആണ്. ഈക്വൽ ടു എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 2.5 + 3 5.5 + 3.5 9 + 3.5 12.5 16.5 21. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 21 എന്നാണ്. 21 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 21 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? 3.5. ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ. ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ ചാപ്റ്ററിന് വരും. ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ നമ്മളെ സാമ്പിൾ സൈസ് 3 ആക്കി മാറ്റിക്കൊണ്ട് അതേ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായി മാറിക്കഴിഞ്ഞു? ഡ്രോ ഓൾ പോസിബിൾ സാമ്പിൾസ് ഓഫ് സൈസ് 3 from a population consisting of 2, 3, 4, 5 and find the expectation of x bar. അപ്പോൾ നമ്മൾ ടെസ്റ്റിൽ സോൾവ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് സാമ്പിൾ സൈസ് 2 ആയിട്ട് മാത്രം ഉള്ളതാണ്. അപ്പോൾ 3 ആവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സാമ്പിൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. നേരത്തെ ചെയ്യുന്നതുപോലെ നമ്മളുടെ സാമ്പിൾ സൈസ് സ്മോൾ ലെറ്റർ n ഈക്വൽ ടു 3 ആൻഡ് പോപ്പുലേഷൻ സൈസ് ക്യാപിറ്റൽ ലെറ്റർ n ഈക്വൽ ടു 4. ഇനി നമുക്ക് പോസിബിൾ സാമ്പിൾസിന്റെ എണ്ണം, നമ്പർ ഓഫ് possible samples equal to നമ്മുടെ ഫോർമുല NCN equal to 4C3 equal to 4 factorial divided by 3 factorial into 4 minus 3 factorial. 4 minus 3 എന്ന് പറയുമ്പോൾ 1 factorial. അപ്പോൾ നമുക്കറിയാം 4 factorial എന്ന് പറയുമ്പോൾ 1 into 2 into 3 into 4. 3 factorial എന്ന് പറയുമ്പോൾ 1 into 2 into 3.
3 വരെയുള്ളത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 4 എന്ന് മാത്രം കിട്ടും. 1 ഫാക്ടോറിയൽ 1 തന്നെയാണ്. അപ്പോൾ 4C3 ഈക്വൽ ടു 4. പോസിബിൾ സാമ്പിൾസിന്റെ എണ്ണം 4 ആണ്. സാമ്പിൾ നമ്പേഴ്സ് 1, 2, 3, 4. ആകെ 4 സാമ്പിളേ ഉള്ളൂ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 4 വരെയാണ് നമ്പർ ഇടുന്നത്. സാമ്പിൾസ്, നമ്മുടെ സാമ്പിൾസ് എഴുതണം. പിന്നെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ചോദിച്ചതുകൊണ്ട് നമുക്ക് സാമ്പിൾ മീൻ കണ്ടുപിടിക്കണം. അതുകൊണ്ട് സാമ്പിൾ മീൻ എക്സ്പെക്ടേഷൻ എക്സ് ബാർ കാണേണ്ട ആവശ്യത്തിനായിട്ട് നമ്മുടെ കോളം നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ 3 സാമ്പിൾ സൈസ് 3 ആയി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സാമ്പിൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യത്തെ 2 എടുക്കുക. 2, 3 ബേസ് ചെയ്തിട്ടുള്ള സാമ്പിൾസ് എല്ലാം എഴുതുക. അതായത് ആദ്യത്തെ 2, 3, 4. ഒന്നാമത്തെ സാമ്പിൾ 2, 3, 4. അടുത്തത് 2, 3, 5. 2, 3, 5. അപ്പോൾ 2, 3 എന്നുള്ള പേരിലുള്ള 3 സാമ്പിൾ സൈസ് 3 ആയി എടുക്കുന്നതെല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ 2, 4 കോമ്പിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 2, 4, 5. 2, 4 പിന്നെ 2, 5 വെച്ചിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. അവിടെ 2 അല്ലേ വരുന്നുള്ളൂ. അപ്പൊ 2 വെച്ചിട്ടുള്ളത് കഴിഞ്ഞു. ഇനി 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. 3, 4, 5. 3, 4, 5. അടുത്ത കോമ്പിനേഷൻ 3, 5. പക്ഷെ പിന്നീട് 3ാമത് എടുക്കാനില്ല. അപ്പൊ പിന്നെ ഇല്ല. അതുപോലെ 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 എടുക്കാനുള്ളതില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് പോപ്പുലേഷൻ കുറച്ചുകൂടെ വലിയ പോപ്പുലേഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അധികം എടുക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും ചെറിയ പോപ്പുലേഷൻ ആയതുകൊണ്ട് 4 സാമ്പിൾസേ ഉള്ളൂ. അത് സെലക്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി സാമ്പിൾ മീൻ കാണും. സാമ്പിൾ മീൻ കാണുമ്പോൾ 2 + 3 + 4 ഡിവൈഡഡ് ബൈ എത്രയായിരിക്കും വരിക? 1, 2, 3. അപ്പോൾ 3. 2 + 3 + 4 / 3. നേരത്തെ ബൈ 2 എടുക്കാൻ കാരണം അവിടെ 2 സാമ്പിൾ സൈസ് 2 ആയിരുന്നു. ഇവിടെ സാമ്പിൾ സൈസ് 3 ആണ്. അപ്പോൾ /3 ഈക്വൽ ടു 3. ഇനി 2, 3, 5 3 കൂടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം /3 ചെയ്യുന്നു. അപ്പോൾ 5 + 5 10. 10/3 എന്ന് പറയുമ്പോൾ നമുക്ക് 3.33 എന്നുള്ള രീതിയിൽ കിട്ടും. അടുത്തത് 2, 4, 5 ആഡ് ചെയ്ത് കഴിയുമ്പോൾ 11. 11/3. 11/3 എന്ന് പറയുമ്പോൾ ഇത്രയും നമുക്ക് വരിക 3 പോയിന്റ് എന്ന് തന്നെയാണ് വരിക അല്ലേ? 3.67 എന്നുള്ള രീതിയിലായിരിക്കും വരിക. അതുപോലെ അടുത്തത് 9. 9 + 3 12. 12/3 4. സാമ്പിൾ മീൻ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബാർ ഡിവൈഡഡ് ബൈ പോസിബിൾ സാമ്പിൾസിന്റെ എണ്ണം. അപ്പൊ ഇവിടെ 4 ഈക്വൽ ടു ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 + 3 7. 7 + 3 10. 13. 13.14 വരും അല്ലേ? 7 + 3 10. 1 ബാലൻസ് 7. 6 + 3 9. 9 + 1 10. 1 ബാലൻസ് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 7, 10, 13. ആ 1 ബാലൻസും കൂടി ആകുമ്പോൾ 14. 14 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 3 അല്ലേ? 3.5. ഈ രീതിയിൽ സാമ്പിൾ സൈസ് 3 ആയിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ കഴിയും. ഈ പ്രോബ്ലം മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ചെയ്യാനുള്ളൂ. ഇനി ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ള വേരിയൻസ് ഓഫ് എക്സ് ബാർ, അതുപോലെ സ്റ്റാൻഡേർഡ് എറർ എന്ന് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ചെയ്യാനില്ല. അതുപോലെ ഈ ചാപ്റ്ററിന്റെ പിൻഭാഗത്ത് അവസാന ഭാഗങ്ങളിലായിട്ട് വരുന്ന സെൻട്രൽ ലിമിറ്റ് തിയറം, കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, ടി ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ, ഇതൊന്നും നമുക്ക് ഇല്ല. ഫോക്കസ് പോയിന്റിൽ ഒരുപാട് ഭാഗങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഈ ചാപ്റ്റർ കഴിഞ്ഞു.